ആദ്യമേ അഡീഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻ. എന്താണ് അഡീഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു ഫംഗ്ഷൻ ഫ്രം എക്സ് ടു റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എക്സിൽ നിന്ന് നമ്മൾ റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൽ വേറൊരു ഫംഗ്ഷൻ ജി നമ്മൾ എക്സ് ആണ് റിയൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അവിടെ എക്സ് ബിലോങ് ടു റിയൽ നമ്പർ ആണ്. അതായത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ വാല്യൂ ആണ്. കാരണം എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പം നമ്മൾ പെയർ ആയിട്ട് എഴുതുവാണ് 2,4 എന്ന് എഴുതും. ഓക്കെ, ആദ്യത്തെ വാല്യൂ എന്താണ്? റിയൽ വാല്യൂയിലാണ്. രണ്ടാമത്തെ വാല്യൂ എന്തിലാണ്? റിയൽ വാല്യൂയിലാണ്. അപ്പം എക്സ് ഫ്രം എക്സ് ടു ആർ, ജി ഫ്രം എക്സ് ടു ആർ ബി എനി ടു റിയൽ ഫംഗ്ഷൻ എക്സ് ബിലോങ് ടു റിയൽ നമ്പർ. എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ടു റിയൽ നമ്പർ. അപ്പം നമ്മൾ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷനെ സിംപ്ലി ആഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡീഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോഴും ഡൊമൈൻ, ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും, രണ്ടാമത്തെ കോ ഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച്. നമ്മൾ സെറ്റ് പറഞ്ഞ പോലെ തന്നെ ഇത് ഡൊമൈൻ വാല്യൂ എന്ന് വിളിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേഞ്ച്. ആദ്യത്തെ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ച ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡൊമൈൻ. ഇതിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ ഏതെന്ന് വിളിക്കുന്നു? റേഞ്ച് എന്ന് വിളിക്കുന്നു. ഓക്കെ, നൗ സബ്സ്ട്രാക്ഷൻ ഓഫ് റിയൽ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എക്സ് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ജി റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് ജി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. സിംപ്ലി അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ വേറെ എക്സാമ്പിൾ, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനുകളെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുക. അടുത്ത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലർ. ഫംഗ്ഷൻ എന്താണ്? എക്സിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, റിയൽ നമ്പർ ടു റിയൽ നമ്പർ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് എടുക്കുന്ന വാല്യൂ റിയൽ വാല്യൂ ആയിരിക്കും, കിട്ടുന്ന വാല്യൂ റിയൽ വാല്യൂ ആയിരിക്കും. ആൽഫ ബി എ സ്കെയിലർ, അതായത് സ്കെയിലർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന 2, 3, 4, 2, 3, 4 അങ്ങനെയുള്ള വാല്യൂ ആണ്. We mean a real number. Then the product of alpha times f is a function from x to r. അപ്പം ആൽഫ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, ആൽഫ ടൈംസ് എഫ് ഓഫ് എക്സ്. അതായത് നമ്മുടെ ഫസ്റ്റ് കേസിലായിരുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 3 എക്സാമ്പിൾ ആണ്. 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ബേസിക്കലി പറയുന്നത് ഇത്രയേ ഉള്ളൂ, 3x സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻ. ദ പ്രോഡക്റ്റ് ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഫ്രം എക്സ് ടു ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ജി ഫ്രം എക്സ് ടു ആർ. എഫ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്പറിനെ തമ്മിൽ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണ്. കാര്യം ഇത്രയുള്ള എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് എക്സ് ക്യൂബും ആണെങ്കിൽ ഞാൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5. അത്രയേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഈ എക്സ് സ്ക്വയറിനെയും ഈ എക്സ് ക്യൂബിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എക്സ് റൈസ് ടു 5 കിട്ടും. അടുത്ത നെക്സ്റ്റ് ഉണ്ട് എന്താണ്? കോഷ്യന്റ് ഓഫ് ടു റിയൽ ഫംഗ്ഷൻ. ഓക്കെ, ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു റിയൽ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എന്താണ്? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോഷ്യന്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? എഫ് ബൈ ജി പ്രൊവൈഡഡ് ജി ഓഫ് എക്സ് എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. കാരണം ജി ഓഫ് എക്സ് 0 ആയുള്ള കുഴപ്പം എന്താണ്? നമുക്കൊരിക്കലും ഡിനോമിനേറ്ററിലെ വാല്യൂ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അത്രയേ ഉള്ളൂ. കാരണം അതായത് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബും ഡിഫൈൻ ചെയ്താൽ ഞാൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താലും ഡിനോമിനേറ്റർ 0 ആകാൻ പറ്റത്തില്ല. സോ എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ്. എച്ച് ഓഫ് 0 എന്നുള്ളൊരു ടൈം ഡിഫൈൻഡ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? 0 ബൈ 0. അതെന്താണ്? ഡി എൻ ഇ. അതിന് നിങ്ങൾ ലിമിറ്റ് പഠിക്കും. ഡി എൻ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡസ് നോട്ട് എക്സിസ്റ്റ്, അല്ലെ അൺഡിഫൈൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇവിടെ ഡി എൻ ഇ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡസ് നോട്ട് എക്സിസ്റ്റ്.
ഡി എൻ യു ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. നൗ